വിശദമായി നോക്കാം. കന്നുകാലി കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനം കേന്ദ്രം പുനഃപരിശോധിച്ചേക്കും. പരാതികൾ പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ. नहीं ये किसी स्लॉटरिंग के बिजनेस को प्रभावित करने के लिए किए गए हैं, लेकिन इस सब के बावजूद भी अगर समाज में किसी को कोई इसके बारे में मिसकंसेप्शन हुआ है तो हमने फिर भी कहा है कि कोई भी हमें रिप्रेजेंटेशन जो मिलेगा या मिले हैं हम उनको पूरे प्रामाणिकता से और पूरी ऑब्जेक्टिविटी के साथ उनका विश्लेषण करेंगे। पहले भी जो कानून बनाए गए थे उनको हमारे विभाग ने वेबसाइट पर रखा, पब्लिक डोमेन में रखा, 1 महीने का समय लोगों को दिया। अभी भी कोई सुझाव आएंगे उनके ऊपर भी हम पूरी गंभीरता से जो है चिंतन करेंगे। हमारा इस बारे में कोई किसी किस्म का कोई ये प्रेस्टीज इशू का विषय ही नहीं है. വിയറ്റ്നാമിൽ നിന്നും കാലിത്തീറ്റ എന്ന ലേബലിൽ കുറഞ്ഞ കസ്റ്റംസ് തീരുവ നൽകി ഗുണനിലവാരം കുറഞ്ഞ പരിപ്പ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന്റെ തെളിവുകൾ കാഷ്യൂ കോർപ്പറേഷൻ പുറത്തുവിട്ടു. കൊച്ചി തുറമുഖം വഴി എത്തിക്കുന്ന വില കുറഞ്ഞ കശുവണ്ടി പരിപ്പ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരിപ്പിനൊപ്പം കൂട്ടിക്കലർത്തി വിദേശത്തേക്ക് കയറ്റുമതി നടത്തുന്നു. കോടികളുടെ വിദേശ നാണ്യം നേടിത്തരുന്ന വ്യവസായത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് ആരോപണം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരള നിർമ്മിത കശുവണ്ടി പരിപ്പിന് വിദേശ രാജ്യങ്ങളിലുള്ള ഡിമാൻഡ് മുതലെടുത്താണ് കേരളത്തിലെ പരിപ്പാണെന്ന വ്യാജേന വിൽപ്പന. വിയറ്റ്നാമിൽ നിന്നും അവിടുത്തെ സർക്കാരിന്റെ കയറ്റുമതി ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയാണ് കേരളത്തിലേക്ക് പരിപ്പ് കൊണ്ടുവരുന്നത്. തുടർന്ന് കേരളത്തിലെ പരിപ്പുമായി കൂട്ടിക്കലർത്തി ഇവിടെ നിന്നും കയറ്റുമതി നടത്തുമ്പോൾ ലഭിക്കുന്ന ഇളവുകളും കച്ചവടക്കാർ ചൂഷണം ചെയ്യുന്നു. യന്ത്രവൽക്കരണം വ്യാപകമായതിനാൽ വിയറ്റ്നാമിൽ കശുവണ്ടി ഉൽപാദനത്തിന് ചെലവ് കുറവാണെന്നതിനു പുറമെ നിരവധി ഇളവുകളും സർക്കാർ നൽകുന്നുണ്ട്. കേരളത്തിലെ ചില കശുവണ്ടി വ്യവസായികൾ വിയറ്റ്നാമിൽ വ്യവസായം നടത്തി പരിപ്പ് കൊച്ചിയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്ന് കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ആരോപിച്ചു. അപ്പം നല്ല പരിപ്പ് അമേരിക്ക എടുക്കുന്നു, അവർക്ക് വേണ്ടാത്തത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. ഇവിടേക്ക് കയറ്റി അയക്കുമ്പോൾ അത് കാലിത്തീറ്റ എന്ന നിലയിലാണ് ഫലത്തിൽ കയറ്റി അയക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഗ്രേഡ് എന്ന പരിപ്പ് നമ്മൾ തന്നെ കമ്പോളത്തിൽ ഇറക്കുന്നുണ്ട്. കാലിത്തീറ്റ എന്ന നിലയിലാകുമ്പോൾ 4% ഡ്യൂട്ടി കൊടുത്താൽ മതി, മറ്റേതാകുമ്പോൾ 45% ഡ്യൂട്ടി വേണം. അത് ഇവിടുത്തെ ചില വ്യവസായികളായിട്ടുള്ള ആളുകൾ അത് തരംതിരിച്ച് പല പാക്കറ്റുകളാക്കി കമ്പോളത്തിൽ വെക്കുന്നു. 2016 ഏപ്രിൽ മുതൽ 2017 ജനുവരി വരെ 3018 മെട്രിക് ടൺ കശുവണ്ടി പരിപ്പാണ് കൊച്ചി തുറമുഖത്ത് പ്രത്യേക സാമ്പത്തിക മേഖല വഴി എത്തിച്ചത്. ഇതിന് 157.16 കോടിയോളം രൂപ വില വരും. 2015-2016 വർഷം 2307 മെട്രിക് ടൺ പരിപ്പ് ഇറക്കുമതി ചെയ്തുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശരാശരി ഒരു മാസം 15 കോടിയോളം രൂപയുടെ വിയറ്റ്നാം പരിപ്പ് കേരളത്തിലേക്ക് എത്തിച്ചുവെന്ന് കേരള കശുവണ്ടി വികസന കോർപ്പറേഷന് ലഭ്യമായ കണക്കുകൾ. വിയറ്റ്നാം പരിപ്പ് ഈ വിധം ഇറക്കുമതി തുടർന്നാൽ കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന് വൻ ഭീഷണിയാവും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പനയ്ക്ക് വിയറ്റ്നാം പരിപ്പാണ് ഉള്ളത്. പല ബ്രാൻഡുകളിലാണ് ഇവ വിൽക്കുക. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന് ഉയർത്തുന്ന ഭീഷണി ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം നൽകാനാണ് കാഷ്യൂ കോർപ്പറേഷന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മന്ദിരത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ നിന്ന് മുൻ സംഘടനാ സെക്രട്ടറിയും മാരാർജി ട്രസ്റ്റ് കമ്മിറ്റി അംഗവുമായ പി മുകുന്ദനെ ഒഴിവാക്കി. മാരാർജി ട്രസ്റ്റിലെ 5 അംഗങ്ങളിൽ 4 പേരെ ക്ഷണിച്ചപ്പോഴും മുകുന്ദനെ മാത്രം പാർട്ടി നേതൃത്വം ഒഴിവാക്കുകയായിരുന്നു. ക്ഷണിക്കാത്തതിലുള്ള തന്റെ പ്രതിഷേധം അറിയിച്ച് മുകുന്ദൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന് കത്തയച്ചു. ഇന്ന് രാവിലെ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷായാണ് ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പുതിയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ചടങ്ങിലേക്ക് മാരാർജി സ്മാരക സമിതി ട്രസ്റ്റ് അംഗങ്ങളായ 5 പേരിൽ പി മുകുന്ദൻ ഒഴികെയുള്ള 4 പേർക്കും ക്ഷണമുണ്ടായിരുന്നു. ഒ രാജഗോപാൽ, ശ്രീധരൻപിള്ള, കെ രാമൻപിള്ള, അയ്യപ്പൻപിള്ള എന്നിവരാണ് മറ്റ് 4 പേർ. തന്നെ ബിജെപി നേതൃത്വം ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ലെന്ന് പി മുകുന്ദൻ പീപ്പിളിനോട് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാങ്ങിയത് പി മുകുന്ദൻ ഉൾപ്പെടുന്ന മാരാർജി ട്രസ്റ്റായിരുന്നു. തന്നെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം വ്യക്തമാക്കി മുകുന്ദൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന് കത്തയച്ചു. മാരാർജി അനുസ്മരിക്കുന്ന വൈകാരികമായ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ അതിയായ ദുഃഖമുണ്ടെന്നായിരുന്നു കത്തിൽ മുകുന്ദൻ സൂചിപ്പിച്ചത്. മാരാർജി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതിന്റെ പൂർവികരിൽ നിന്ന് വാങ്ങുന്നതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്നും മുകുന്ദൻ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലണ്ടനിൽ വീണ്ടും ഭീകരാക്രമണം. കാൽനട യാത്രക്കാർക്കിടയിലേക്ക് വാനിടിച്ചു കയറ്റിയായിരുന്നു തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരമില്ലാത്തതിനാൽ റഗ്ബി താരങ്ങൾ പ്രതിസന്ധിയിൽ. വർഷങ്ങളായി സ്വന്തം നിലയിൽ പരിശീലനം നടത്തിയാണ് താരങ്ങൾ ദേശീയ ടൂർണമെന്റുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നത്. ഈ മാസം ചെന്നൈയിൽ നടക്കുന്ന അണ്ടർ 18 ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിന് യാത്രാ ചിലവിന് ഉൾപ്പെടെയുള്ള പണം കണ്ടെത്താനാവാതെ വലയുകയാണ് താരങ്ങൾ.